ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്റ്റോറിക്ക് ഈ ഒരു എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി ഭാഗം ടെലിഗ്രാമിലിടും. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. ഞാൻ മനു, 27 വയസ്സ്, എറണാകുളം സ്വദേശി. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടൻ്റാണ്. വീട്ടിലെ ഒറ്റ മകൻ. വീടിനടുത്താണ് ജോലി ചെയ്യുന്നത്. എന്നും ജോലിയും പിന്നെ ഞായറാഴ്ച കൂട്ടുകാരുമായുള്ള വെള്ളമടിയും. ഇതായിരുന്നു ലൈഫ്. വെള്ളമടിയും കറക്കവും അല്ലാതെ വേറെ എൻജോയ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീടിനടുത്തുണ്ടായിരുന്ന സ്വാതി ചേച്ചി കാണാൻ നല്ല സുന്ദരിയായിരുന്നു. മുടി അഴകായിരുന്നു സ്വാതി ചേച്ചിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയിരുന്നത്. ആദ്യമൊക്കെ ജസ്റ്റ് ഫ്രണ്ട്സ്, പിന്നീട് നല്ല കൂട്ടായി, പിന്നെ അങ്ങ് സെറ്റായി. ചേച്ചിയുമായി ഒരുപാട് നല്ല നിമിഷങ്ങൾ പങ്കിടാൻ പറ്റി. അതായിരുന്നു എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അനുഭവങ്ങൾ. ഇപ്പോൾ സ്വാതി ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞ് കെട്ടിയോൻ്റെ കൂടെ പുറത്താണ്. എങ്കിലും ചേച്ചിയുടെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. എന്ന് വെച്ച് നമ്മുടെ കഥയിലെ മെയിൻ ഹീറോയിൻ സ്വാതി ചേച്ചി അല്ല കേട്ടോ. വെള്ളമടിയും കറക്കവും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ലൈഫ് അങ്ങ് ഒരു സുഖമില്ലാതെ പോകുന്ന സമയം. എന്നത്തെയും പോലെ വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തി. അമ്മ നാളെ ലീവ് എടുക്കാൻ ആവശ്യപ്പെട്ടു. ഒരു കല്യാണത്തിന് പോവണം. ഞാൻ പിന്മാറാൻ നോക്കിയെങ്കിലും നടന്നില്ല. ഒരുപാട് ദൂരമുണ്ട് പോവാൻ. നാളെ പുലർച്ചെ എണീക്കാൻ വയ്യാത്തോണ്ടാണ് പിന്മാറാൻ ശ്രമിച്ചത്. നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചു കിടന്നു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ പുലർച്ചെ എണീച്ചു. ഒരു 5 മണിയായി കാണും. അടുത്ത് തന്നെ അമ്മ ചായ വെച്ചിട്ടുണ്ട്. വീട്ടിലെ പട്ടിയെ കൂട്ടിലാക്കാൻ ഞാൻ ബാക്കിലോട്ട് പോയി. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അടുത്തു വീട്ടിലുള്ള അമ്മാമ്മ ബാത്റൂമിൽ നിന്ന് കുളിയും കഴിഞ്ഞിറങ്ങുന്നു. ഇടയിൽ അമ്മാമ്മയുടെ ഇടുപ്പിനോളം വരുന്ന മതിലുള്ളതുകൊണ്ട് അമ്മാമ്മയെ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഈ സമയമായോണ്ടാവാം ഇതുപോലെ ഇറങ്ങി വന്നേ. ഇവിടെ ആകെ എൻ്റെയും അമ്മാമ്മയുടെയും വീട് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് തല തോർത്തുകയാണ്. വെളുത്തു തുടുത്ത മുഖവും തടിച്ച ശരീരവും. അമ്മാമ്മയ്ക്ക് 65 വയസ്സ് കാണും. മോഡേൺ, വെളുത്ത നിറം, ഭംഗിയുള്ള തടി. ഒട്ടും 65 വയസ്സ് തോന്നിക്കില്ല. ഏറിയാൽ ഒരു 48-50 വയസ്സേ തോന്നിക്കുകയുള്ളൂ. മുടി ഹെയർ ഡൈ ചെയ്യുമെങ്കിലും മുടിക്കിടയിൽ നര കാണാം. അത് കാണാനും നല്ല ചേലാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മാമ്മയെ കാണാറുണ്ടെങ്കിലും വേറെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതുപോലെ കണ്ടപ്പോൾ എന്തൊക്കെയോ ചില ആഗ്രഹങ്ങൾ മനസ്സിൽ മുട്ടിട്ട് തുടങ്ങി. ഇനി കഥയിലോട്ട് വരാം. അമ്മാമ്മയെ ഞാൻ അവിടെ നോക്കി നിന്നു. അപ്പോഴാണ് പെട്ടെന്ന് പട്ടി കുരച്ചടുത്ത് വന്നത്. ഇത് കേട്ട അമ്മാമ്മ പെട്ടെന്ന് എന്നെ കണ്ടു. ഞാനൊന്നും അറിയാത്ത പോലെ പട്ടിയെ കൂട്ടിലാക്കി. അമ്മാമ്മ തോർത്തുമുണ്ട് കൊണ്ട് തല മറച്ച് അകത്തോട്ട് പോയി. ഞങ്ങൾ കല്യാണത്തിന് പോവാൻ റെഡിയായി. അപ്പോഴാണ് അമ്മാമ്മ വീട്ടിൽ വന്നത്. കല്യാണത്തിന് അമ്മാമ്മയുമുണ്ട്. മനസ്സിൽ ഇട്ടുപൊട്ടി. എനിക്കിപ്പോൾ അമ്മാമ്മയെ നോക്കുമ്പോൾ ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുന്നു. പക്ഷേ പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പ്രായം, സംസാരിക്കാനുള്ള പേടി. പിന്നെ അമ്മാമ്മയുടെ ഫാമിലിയായിട്ട് ഞങ്ങൾ നല്ല ബന്ധമാണ്. അതൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഞങ്ങൾ കാറിൽ യാത്രയായി. ഞാനാണ് കാർ ഓടിക്കുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കും. ഞാൻ ഇച്ചിരി കോമഡി പറയാറുണ്ട്. ഇതൊക്കെ കേട്ട് അമ്മാമ്മയും അമ്മയും ചിരിക്കും. 2 മണിക്കൂർ യാത്രയുണ്ട്. ഇടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തുമ്പോൾ അമ്മാമ്മയെ ശരിക്കും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. റെഡ് കളർ സാരി, അതേ കളറുള്ള ബ്ലൗസ്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പൊളി ലുക്കിൽ കാണാം. അമ്മ അടുത്തുള്ളതുകൊണ്ട് ശരിക്കും നോക്കാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾ കല്യാണ മണ്ഡപത്തിലെത്തി. അമ്മയോടും അമ്മാമ്മയും എല്ലാവരോടും പോയി സംസാരിക്കുന്നു. ഞാൻ അമ്മാമ്മയെ നോക്കാൻ കിട്ടുന്ന സ്ഥലത്തിരുന്നു. പക്ഷേ അമ്മാമ്മ എന്നെ നോക്കാറൊന്നുമില്ല. അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് ഫോട്ടോ എടുത്ത് വീട്ടിലോട്ടിറങ്ങി.
കാറിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഉറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ ബാക്കിലിരുന്നുറങ്ങാമെന്ന് പറഞ്ഞു. അമ്മാമ്മ ഫ്രണ്ട് സീറ്റിൽ വന്നു. ഞാൻ അമ്മാമ്മയോടടുക്കാൻ ഈ അവസരം ശരിക്കും ഉപയോഗിച്ചു. ഇടയ്ക്ക് കാർ എവിടെയെങ്കിലും നിർത്തും, ചായ കുടിക്കും. ഞങ്ങൾ കൂടുതലും സിനിമയെക്കുറിച്ചാണ് സംസാരിച്ചത്. അമ്മാമ്മ ഒരുപാട് സിനിമ കാണാറുണ്ട്. ഞാനൊരു സിനിമാ പ്രാന്തനായതുകൊണ്ട് സംസാരിക്കാൻ കുറേ ഉണ്ടായിരുന്നു. തമാശകൾ പറഞ്ഞും കളിച്ചും ചിരിച്ചും ഞങ്ങൾ അങ്ങനെ പോയി. ഒരു സ്ഥലത്ത് ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തി. അപ്പോഴാണ് കല്യാണത്തിനെടുത്ത ഫോട്ടോ എനിക്ക് എൻ്റെ കസിൻ അയച്ചു തന്നത്. ഞാനത് അമ്മാമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അമ്മാമ്മ സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മൊബൈലെടുത്ത് ഫോട്ടോസ് നോക്കാൻ തുടങ്ങി. എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. അമ്മാമ്മയുടെ നമ്പർ ചോദിച്ചു. ഇതെല്ലാം അയച്ചു തരാമെന്ന് പറഞ്ഞു. അമ്മാമ്മയുടെ മൊബൈൽ എനിക്ക് തന്നു. ഞാൻ എൻ്റെ നമ്പർ സേവ് ചെയ്തു. എന്നിട്ട് ഫോട്ടോസ് അയച്ചു. ഇതിനു മുമ്പ് അമ്മാമ്മയെ കണ്ടാൽ വിശേഷങ്ങൾ ചോദിക്കുമെന്നല്ലാതെ ഇതുപോലെ ഒന്നും സംസാരിച്ചിരുന്നില്ല. കാരണം മോണിപ്പാപ്പനാണ് അമ്മാമ്മയുടെ കെട്ടിയോൻ. ഒരു 69 വയസ്സ് കാണും. ഞാൻ മോണിപ്പാപ്പ എന്നാണ് വിളിക്കാറ്. മോണിപ്പാപ്പൻ അധികം സംസാരിക്കാറില്ല, സീരിയസ് മൈൻഡാണ്. ഇടയ്ക്ക് അമ്മാമ്മയുടെ വീട്ടിൽ അച്ഛനും മോണിപ്പാപ്പനും വെള്ളമടിക്കാൻ കൂടാറുണ്ട്. ഉപദേശമാണ് എപ്പോഴും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാറില്ലായിരുന്നു. അങ്ങനെ എനിക്ക് അമ്മാമ്മയുടെ നമ്പർ കിട്ടി. ഞങ്ങൾ ചായ കുടിച്ചു കഴിഞ്ഞ് കാറിലോട്ട് നടക്കുമ്പോൾ ഞാൻ അമ്മാമ്മയോട് ബാത്റൂമിൽ പോകണോ എന്ന് ചോദിച്ചു. അമ്മാമ്മയ്ക്ക് പോവണം, പക്ഷേ അവിടെ സ്ഥലം ശരിയല്ലാത്തതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ട ഞാൻ ബാത്റൂമിൻ്റെ പുറത്ത് നിൽക്കാം, അമ്മാമ്മ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അമ്മാമ്മ ഒരു 5 മിനിറ്റിൽ വന്നു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന കണ്ടിട്ട് മോണിപ്പാപ്പം പോലും ഇങ്ങനെ നിന്നിട്ടില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു. ഞാൻ അമ്മാമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചു. എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി. അമ്മാമ്മ എന്നോട് കാറിലോട്ട് പോവാം, ലേറ്റ് ആവണ്ട എന്ന് പറഞ്ഞു. അമ്മാമ്മയോട് സംസാരിക്കുമ്പോൾ ടൈം പോകുന്നതറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് കേട്ട അമ്മാമ്മ എനിക്കും അത് തന്നെയാണ് തോന്നിയേ എന്ന് പറഞ്ഞ് കാറിൽ കയറി യാത്രയായി. അമ്മ ഉറക്കമുണർന്നിട്ടില്ല. ഞാനിടയ്ക്ക് അമ്മാമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കും, അമ്മാമ്മയും ചിരിക്കും. അങ്ങനെ ഞങ്ങൾ വീടെത്തി. വീടിൻ്റെ മുമ്പിൽ മോണിപ്പാപ്പ നിൽപ്പുണ്ടായിരുന്നു. അമ്മാമ്മയും അമ്മയും ഇറങ്ങി. ഞാൻ കാറ് പാർക്ക് ചെയ്ത് പിന്നീട് അകത്തോട്ട് പോയി. അന്ന് എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ രാത്രിയായിരുന്നു. അമ്മാമ്മയ്ക്ക് 10-65 വയസ്സുണ്ടെങ്കിലും സംസാരവും തൻ്റെ ചിന്തകളും എൻ്റെ പ്രായമുള്ള പെൺപിള്ളാരെ പോലെ തോന്നി. ഞാൻ അടുത്ത ദിവസം 5 മണിയാവുമ്പോൾ എണീച്ച് അമ്മാമ്മ എന്നും ആ സമയത്ത് കുളിക്കാൻ പോകുന്നുണ്ടോ എന്ന് നോക്കാൻ. എൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, അമ്മാമ്മ എന്നും ആ സമയത്താണ് കുളിക്കാൻ പോവാറുള്ളത്. ഒരു മാക്സി ഇട്ടുകൊണ്ട് അകത്തോട്ട് പോയി. കുളി തീരും വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേ ഒരു നീല കളറുള്ളതും ഇട്ടുകൊണ്ട് ഇറങ്ങുന്നു. ഒരു 2 മിനിറ്റ് പോലും നിൽക്കില്ല, അപ്പോഴേക്കും അകത്തേക്ക് പോവും. ഞാൻ സ്ഥിരമായി ഈ സമയത്ത് എണീക്കും. അതൊരു ശീലമായി. ഓരോ ദിവസം കഴിയുമ്പോഴും അമ്മാമ്മയോടുള്ള ആഗ്രഹം കൂടി വന്നു. ഇടയ്ക്കിടയ്ക്ക് അമ്മാമ്മയെ കാണും, പക്ഷേ ഒന്നും സംസാരിക്കാനുള്ള സന്ദർഭം കിട്ടിയിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ശനിയാഴ്ച വൈകുന്നേരം അച്ഛൻ അമ്മാമ്മയുടെ വീട്ടിൽ പോകുന്നത് കണ്ടു. മോണിപ്പാപ്പനും അച്ഛനും വെള്ളമടിക്കാനുള്ള പോക്കാണ്. അങ്ങോട്ട് പോയാൽ അമ്മാമ്മയെ കാണാനും കുറച്ച് സംസാരിക്കാനുമുള്ള ചാൻസ് കിട്ടും. ഞാൻ പിന്നെ അങ്ങോട്ട് പോവാത്തോണ്ട് ഇപ്പോൾ പോവാനൊരു മടി. നിരാശയോടെ ഞാൻ എൻ്റെ റൂമിലോട്ട് പോയി. എനിക്ക് മൊബൈലിൽ മെസ്സേജ് വന്നു. അമ്മാമ്മയാണ്. ഹലോ മനു. ഹലോ അമ്മാമ്മേ, ഫ്രീ ആണേ ഇങ്ങോട്ട് പോര്. ഇവിടെ അച്ഛനും മോണിപ്പാപ്പനും പരിപാടി തുടങ്ങി. ഫ്രീ ആണ് അമ്മാമ്മേ, ഇപ്പോൾ വരാം. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അമ്മാമ്മയെ ഒന്ന് കാണാമല്ലോ. ഞാൻ അങ്ങോട്ട് ചെന്നു. അമ്മാമ്മയും മോണിപ്പാപ്പനും മാത്രമാണ് അവിടെ താമസം. ഒരു മകളുണ്ട്. കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടെ ലണ്ടനിലാണ്. വീടിനകത്തോട്ട് കയറി
അവിടെ വാതിൽ ലോക്കല്ലായിരുന്നു. അകത്ത് അമ്മാമ്മ ഒറ്റയ്ക്കിരിപ്പുണ്ടായിരുന്നു. ഞാൻ പോയി ഒന്ന് ചിരിച്ചു. ദേ മനു വന്നല്ലോ. അമ്മാമ്മ ഒറ്റയ്ക്കിരിപ്പാണോ? അതേ മോനെ, അവിടെ നിൻ്റെ അച്ഛനും മോണിപ്പാപ്പനും കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ സിനിമ കാണാൻ പോവായിരുന്നു. അപ്പോഴാ നിന്നെ ഓർത്തെ, അതാ മെസ്സേജ് ചെയ്തത്. അത് നന്നായി, നമുക്ക് നല്ലൊരു സിനിമയൊക്കെ കണ്ടിരിക്കാം. നൈസായുള്ള ബ്ലൂ സാരിയാണ് അമ്മമ്മ ഇട്ടിട്ടുള്ളത്. ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ട് അച്ഛനും മോണിപ്പാപ്പനും റൂമിൽ നിന്നും പുറത്തു വന്നു. എന്നെ കണ്ട ഉടനെ അച്ഛൻ, ആ ഇതാരാ, ഇന്ന് സിനിമയൊന്നുമില്ലേ കാണാൻ? അച്ഛൻ എങ്ങോട്ട് വിളിച്ചാലും ഞാൻ സിനിമ കാണുക എന്ന് പറഞ്ഞ് ഒഴിവാവാറുണ്ട്. അതുകൊണ്ട് കളിയാക്കിയതാ. ഇത് കേട്ട അമ്മാമ്മ പറഞ്ഞു, ഞാനാ വിളിച്ചേ, നിങ്ങളുടെ പരിപാടി അവിടെ നടന്നോട്ടെ, ഞങ്ങളിവിടെ സിനിമ കണ്ടിരുന്നോളാം. മോണിപ്പാപ്പൻ പറഞ്ഞു, ആ അത് നന്നായി, നിങ്ങൾ രണ്ട് സിനിമാ ഭ്രാന്തുള്ളവർ ശരിയാവും. ഇടയ്ക്ക് ന്യൂസൊക്കെ കാണുന്നത് നല്ലതാ. അമ്മാമ്മ, അതൊക്കെ ഞങ്ങൾ കാണാം, നിങ്ങൾ പിന്നെ ഉപദേശം തുടങ്ങല്ലേ. മോണിപ്പാപ്പൻ, ആ ഞാനൊന്നും തുടങ്ങുന്നില്ല, നിങ്ങൾ സിനിമ കണ്ടിരുന്നു. അച്ഛനും മോണിപ്പാപ്പനും റൂമിലോട്ട് പോയി. അമ്മാമ്മ എന്നോട് നല്ലൊരു സിനിമ വയ്ക്കാൻ പറഞ്ഞു. ഞാനൊരു ഇംഗ്ലീഷ് സിനിമ വെച്ചു. പക്ഷേ അതിൽ എരിവും പുളിയുമുള്ള ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ സിനിമ കാണാൻ തുടങ്ങി. അമ്മാമ്മയ്ക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാം. ഇടയ്ക്ക് ഞങ്ങൾ അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കും, തമാശകൾ പറഞ്ഞു ചിരിക്കും. അമ്മാമ്മയുടെ ശ്രദ്ധ സിനിമയിൽ തന്നെയായിരുന്നു. അങ്ങനെ സിനിമ കണ്ടു തീർന്നു. അമ്മാമ്മ എന്നോട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് എണീറ്റു. ഇച്ചിരി ചാടിയ വയറാണ് അമ്മാമ്മയ്ക്ക്, എന്നാലും മൊത്തത്തിൽ നല്ല ഷേപ്പാണ്. ഇതെല്ലാം കണ്ടു ഞാനും അമ്മാമ്മയുടെ ബാക്കിൽ നടന്നു. ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചു. പിന്നെ അച്ഛൻ വരുന്നത് വരെ ഞങ്ങൾ സംസാരിച്ചു. എൻ്റെ ജോലിയും കല്യാണക്കാര്യവും പിന്നെ വീട്ടിലെ വിശേഷങ്ങളും എല്ലാം ചോദിക്കും. ഞാനും അമ്മാമ്മയുടെ മോളുടെ കാര്യവും ഫാമിലി കാര്യമൊക്കെ ചോദിച്ചു. അമ്മാമ്മ എന്നോട് കുറേ സംസാരിച്ചു. ഞാൻ അമ്മാമ്മയുടെ ചുണ്ടും മുഖവും എല്ലാം അറിയാത്ത പോലെ ശ്രദ്ധിക്കും. അമ്മാമ്മ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. കടുത്ത കളറല്ല, സ്കിൻ കളർ പോലെയുള്ള ലിപ്സ്റ്റിക്ക്. അത്യാവശ്യം മേക്കപ്പ് ഇടാറുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, അമ്മാമ്മയെ കാണാൻ മിൽഫ് പോലെ ഉണ്ടാവും. അമ്മാമ്മയുടെ സംസാരത്തിൽ നിന്നും ആരോടും അധികം സംസാരിക്കാറില്ല എന്ന് മനസ്സിലായി. വീടിനടുത്ത് എൻ്റെ അമ്മയോട് മാത്രമേ അധികം സംസാരിക്കൂ. എന്നോട് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളതുപോലെ തോന്നി. അമ്മാമ്മ ഇടയ്ക്ക് ഫ്രീ ആവുമ്പോൾ മെസ്സേജ് അയയ്ക്ക്, നമുക്കിതുപോലെ കുറേ സംസാരിച്ചിരിക്കാം. അമ്മാമ്മ പറഞ്ഞു, നമ്മളന്ന് കല്യാണത്തിന് പോയ സമയത്താണ് ഞാൻ കുറേ കാലത്തിന് ശേഷം ഒന്ന് നന്നായി ചിരിച്ച് സംസാരിച്ചത്. ഞാൻ ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അമ്മാമ്മയ്ക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടോ? കുറേ കാലം മുൻപ് വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നും സംസാരിക്കുമായിരുന്നു. ഇടയ്ക്ക് വീട്ടിലൊക്കെ വരും. ഇപ്പോൾ അവരൊക്കെ ഇടയ്ക്ക് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യാം. ഒരു കോമഡിയായി പറഞ്ഞതാട്ടോ. ശല്യമൊന്നുമില്ല, നീ അയച്ചോ മോനെ. അപ്പോഴേക്കും അച്ഛൻ വന്നു. ഞാനും അച്ഛനും വീട്ടിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ചു. എനിക്ക് ഇങ്ങോട്ടും മെസ്സേജ് വന്നു, ഗുഡ് നൈറ്റ് മോനെ. ഞാൻ പിന്നെ ഒന്നും അയച്ചില്ല. ബാത്റൂമിൽ പോയി വന്നിട്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയി. പതിവ് പോലെ ഞാൻ അമ്മാമ്മയെ കാണാൻ എണീച്ചു. അമ്മമ്മ പതിവ് പോലെ കുളിയും കഴിഞ്ഞ് അകത്തേക്ക് പോയി. ഞായറാഴ്ച ആയതുകൊണ്ട് ഫ്രണ്ട്സായി വെള്ളമടിക്കാൻ പ്ലാൻ ചെയ്തു. പെട്ടെന്നാണ് അമ്മാമ്മ ഹലോ എന്ന് മെസ്സേജ് അയച്ചത്. ഞാൻ സന്തോഷവാനായി അമ്മാമ്മയോട് ചാറ്റ് ചെയ്ത് തുടങ്ങി. ഇന്നത്തെ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള വെള്ളമടിയെക്കുറിച്ചും പിന്നെ കുറച്ച് കോമഡി അടിച്ചും ചാറ്റ് ചെയ്ത് തുടങ്ങി. അമ്മാമ്മ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാറില്ല, പക്ഷേ വളരെ ഇഷ്ടമായാണ് മെസ്സേജ് അയക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഞങ്ങളിങ്ങനെ 1 മാസത്തോളം ചാറ്റ് ചെയ്തു. റിപ്ലൈ ഫാസ്റ്റായി തുടങ്ങി. അപ്പോഴും എപ്പോഴും ചാറ്റ് ചെയ്യും.
ഞങ്ങൾ കൂടുതൽ അടുത്തു. പക്ഷേ വേറെ രീതിയിലുള്ള സംസാരവും നോട്ടവും ഒന്നുമില്ലായിരുന്നു. എന്നെ ഒരു മോനെ പോലെയാണ് കാണുന്നേ. ഒരിക്കൽ എൻ്റെ അച്ഛൻ അമ്മാമ്മയുടെ വീട്ടിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അമ്മാമ്മ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. ഞാൻ മെസ്സേജ് അയക്കാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങോട്ട് വന്നു മെസ്സേജ്, വരുന്നില്ലേ? വരുന്നു അമ്മാമ്മേ. ഞാൻ അമ്മാമ്മയുടെ വീട്ടിലോട്ട് പോയി. അമ്മാമ്മ അകത്ത് നിൽക്കുന്നു. അവിടെ സിനിമയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നു. പെട്ടെന്ന് റൂമിലിരുന്ന് മോണിപ്പാപ്പൻ നല്ല ശബ്ദത്തോടെ അമ്മാമ്മയോട് കഴിക്കാനുണ്ടാക്കാൻ പറഞ്ഞു. ഇത് കേട്ട അമ്മാമ്മ അങ്ങോട്ട് തിരിഞ്ഞു. എൻ്റെ മുൻപിൽ സുന്ദരിയായി അണിഞ്ഞു നിൽക്കുന്ന അമ്മാമ്മയുടെ ബാക്ക് വ്യൂ. മഞ്ഞ സാരി, മഞ്ഞ ബ്ലൗസ്, നൈസ് തുണിയാണ്. ബ്ലൗസ് കട്ടി കുറഞ്ഞ ടൈപ്പ് തുണി. ഇത് കേട്ട ഉടനെ ഞാൻ പറഞ്ഞു, മോണിപ്പാപ്പ, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു 10 മിനിറ്റിൽ ഫുഡ് വരുമെന്ന് പറഞ്ഞു. അമ്മാമ്മ തിരിഞ്ഞെന്നെ നോക്കി. ഞാൻ അമ്മാമ്മയോട് കണ്ണിറുക്കി കാണിച്ചു. അമ്മാമ്മ അത് കണ്ട് ചിരിച്ചു. വേറെ ഒന്നും ചോദിച്ചില്ല. സത്യത്തിൽ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല. ഫുഡ് ഉണ്ടാക്കാൻ അമ്മാമ്മ പോയാൽ കുറേ സമയം പോവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേ. ഞാനും അമ്മാമ്മയും കൂടി ഫുഡ് ഓർഡർ ചെയ്തു. എന്നിട്ട് സിനിമ കണ്ടിരുന്നു. അതിനിടയിൽ അമ്മാമ്മ എന്നോട് പറഞ്ഞു, മനു, എന്താ മോനെ നീ ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയുന്നത്? എൻ്റെ അമ്മ വല്ലതും പറഞ്ഞു? അതെ, നീ ഇപ്പോൾ കല്യാണം വേണ്ട എന്നാണല്ലോ അമ്മ പറയണേ. അടുത്ത വർഷം പ്രമോഷൻ കിട്ടും, എന്നിട്ട് മതി കല്യാണം. അതാവുമ്പോൾ വരുമാനം കൂടും. എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റില്ല. ഓ, അതാണോ കാര്യം? നന്നായി മോനെ, അടുത്ത വർഷം മതി. ഇതുപോലെ ചിന്തിക്കുന്നത് നല്ലതാട്ടോ. ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം. അമ്മാമ്മ എന്താ കരുതിയേ? അമ്മാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വല്ല പ്രേമമാണെന്ന് കരുതി. പ്രേമമൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഈ സംസാരം ശരിക്കും യൂസ് ചെയ്തു. അതെന്താ മോനെ? ഞാൻ ഇടയ്ക്ക് അവളെ ഒളിച്ചിരുന്ന് നോക്കാറുണ്ട്, പക്ഷേ ഇതുവരെ എൻ്റെ പ്രേമം പറഞ്ഞിട്ടില്ല. എന്നാ അതൊന്ന് പറഞ്ഞൂടെ? ആകാംക്ഷയോടെ അമ്മാമ്മ എന്നെ നോക്കി പറഞ്ഞു. പറഞ്ഞോട്ടെ, പറയണം മോനെ. ഇത് കേൾക്കുമ്പോൾ അമ്മാമ്മ എന്നോട് സംസാരിക്കാതിരിക്കരുത്. ഞാൻ പറഞ്ഞ പെണ്ണ് അമ്മാമ്മയാ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അമ്മാമ്മയോട് പറയാൻ പേടിയായോണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അമ്മാമ്മ ഷോക്ക് അടിച്ച പോലെയായി. നിനക്ക് എന്താ പറ്റിയേ? എന്താ പറയുന്നതെന്നും അറിയുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എനിക്കിഷ്ടമാണ് അമ്മാമ്മയെ, ഒരുപാട് ഇഷ്ടമാണ്. ഒന്നും മിണ്ടാതിരിക്കേ. ഇതുപോലെ ഒന്നും സംസാരിക്കാൻ പാടില്ല, മനസ്സിലായോ? ഞാനൊന്നും മിണ്ടിയില്ല. ഫുഡ് ഓർഡർ ചെയ്തത് വന്നു. ഞാനത് വാങ്ങാൻ പോയി. തിരിച്ചു വന്നപ്പോൾ അവിടെ അച്ഛനും മോണിപ്പാപ്പനും ഉണ്ടായിരുന്നു. എന്നോട് മോണിപ്പാപ്പൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ഞാനിരുന്നു. എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. അമ്മാമ്മ എൻ്റെ മുഖത്ത് നോക്കുന്നില്ല. ആകെ ദേഷ്യം വന്ന ഭാവത്തോടെയാണ് ഇരിപ്പ്. എനിക്കിതെല്ലാം കണ്ട് വിഷമമായി. എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഞാൻ അമ്മാമ്മ വരാൻ വെയിറ്റ് ചെയ്തു. അച്ഛനും മോണിപ്പാപ്പനും റൂമിലോട്ട് പോയി. അമ്മാമ്മ വന്നു. എന്നോടൊന്നും മിണ്ടിയില്ല. മുഖത്ത് ദേഷ്യമുണ്ട്. ഇത് കണ്ടതോടെ ഞാൻ വീട്ടിലോട്ട് ഒന്നും പറയാതെ പോയി. പേടിയും സങ്കടവും എല്ലാം മനസ്സിൽ നിറഞ്ഞിരുന്നു. അമ്മാമ്മയുടെ ഒരു മെസ്സേജ് പോലുമില്ല. ആ രാത്രി ടെൻഷൻ നിറഞ്ഞതായിരുന്നു. അടുത്ത ദിവസം മനസ്സില്ലാ മനസ്സോടെ ഞാൻ ജോലിക്ക് പോയി. അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. എന്താവുമെന്ന ആശങ്ക മനസ്സിൽ വന്നു. വൈകുന്നേരം വീട്ടിൽ പോയി. മോണിപ്പാപ്പൻ എന്നെ കണ്ടതും, എടാ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ആകെ പേടിച്ചു പോയി. ഞാൻ അടുത്ത് ചെന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടടാ,
നീ ഒന്ന് കാറെടുത്ത് വന്നേ. ഞാൻ ആശ്വാസത്തോടെ വേഗം പോയി കുളിച്ച് റെഡിയായി കാറെടുത്ത് അങ്ങോട്ട് പോയി. മോണിപ്പാപ്പനും അമ്മാമ്മയും വരുന്നു. അമ്മാമ്മ എന്നെ നോക്കുന്നില്ല. മോണിപ്പാപ്പൻ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോവാൻ പറഞ്ഞു. ഞാൻ അവരെ കൊണ്ടുപോയി. ഇതിനിടയിൽ ഒരിക്കൽ പോലും അമ്മാമ്മ എന്നോട് സംസാരിച്ചില്ല. തിരിച്ചു വരുമ്പോൾ ബിവറേജിൽ നിർത്താൻ പറഞ്ഞു. എന്നിട്ട് എന്നോടൊരു കുപ്പി വാങ്ങാൻ പറഞ്ഞിട്ട് ക്യാഷ് തന്ന് പോയി. ഞാൻ പോയി വാങ്ങിക്കൊടുത്തു. അവരെ അവരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഞാൻ പോവാൻ നിൽക്കുമ്പോൾ മോണിപ്പാപ്പൻ എന്നോട് കാറ് പാർക്ക് ചെയ്ത് വരാൻ പറഞ്ഞു. ഞാൻ അവരുടെ വീട്ടിലോട്ട് പോയി. മോണിപ്പാപ്പൻ പറഞ്ഞു, എടാ, എൻ്റെ ഷോപ്പിൽ അക്കൗണ്ട്സ് ഒന്നും ശരിയാവുന്നില്ല, നീ ഒന്ന് നോക്കണം. മോണിപ്പാപ്പന് 2 മെഡിക്കൽ ഷോപ്പുണ്ട്. ഞാൻ നാളെ ഷോപ്പിലോട്ട് പോയി നോക്കാം. ആ ശരി, നാളെ പോകുമ്പോൾ ഇങ്ങോട്ട് വായോ, ഞാനും കൂടെ വരാം. ഇപ്പോൾ തിരക്കുണ്ടോ നിനക്ക്? ഇല്ല പാപ്പാ. എന്നാ നീ ഇവിടെ ഇരിക്ക്, ഞാനിപ്പോൾ വരാം. ഞാൻ അവിടെ സോഫയിലിരുന്നു. അമ്മാമ്മ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു. എന്നോട് കുടിക്കാൻ എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. ഞാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ദേഷ്യമുണ്ടെന്ന് മനസ്സിലായി. റൂമിനകത്ത് നിന്ന് അലറിക്കൊണ്ട് പാപ്പൻ പറഞ്ഞു, നീ ആ സിനിമ ഒന്ന് വെച്ചേ, നമുക്കെല്ലാവർക്കും ഇരുന്ന് കാണാം. അമ്മാമ്മ അത് വെച്ചു. ഞങ്ങൾ സിനിമ കാണാൻ തുടങ്ങി. അമ്മാമ്മ സിനിമയിൽ മാത്രം നോക്കിയിരിക്കും. മോണിപ്പാപ്പൻ ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളമടിക്കും. എനിക്കും വേണോ എന്ന് ചോദിച്ചു. ഇത് കേട്ട അമ്മാമ്മ പറഞ്ഞു, അവൻ അതൊന്നും കൊടുക്കണ്ട, നിങ്ങൾ കുടിക്കൂ. മോണിപ്പാപ്പൻ പറഞ്ഞു, നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ നീ അടിക്കാറുണ്ടെന്ന്. ഞാൻ മറുപടി പറഞ്ഞു, അടിക്കും, പക്ഷെ ഇപ്പോൾ വേണ്ട, നാളെ ജോലിയുണ്ട്. അമ്മാമ്മ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചിരിച്ചു, പക്ഷേ അമ്മാമ്മ ഗൗരവത്തോടെ ഇരുന്നു. മോണിപ്പാപ്പൻ സിനിമ പകുതിയായപ്പോഴേ ക്ലോസ് ആയി. മോണിപ്പാപ്പൻ പറഞ്ഞു, ഞാൻ പോയി കിടക്കുന്നു, നിങ്ങൾ സിനിമ കണ്ടോ? പാപ്പൻ റൂമിലോട്ട് പോയി. ഞാനും മെല്ലെ ഇറങ്ങാൻ പോയപ്പോൾ എന്നോട് അമ്മാമ്മ നിൽക്കാൻ പറഞ്ഞു. ഞാനിപ്പോൾ വരാം, നീ ഇവിടെ ഇരിക്കേ. അമ്മാമ്മ മോണിപ്പാപ്പൻ ഉറങ്ങുന്ന റൂം അടച്ചു. എന്നിട്ട് എൻ്റെ അടുത്തിരുന്നു. മോനെ മനു, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നശിച്ചു പോവരുത്. ഇതുപോലെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. ഞാനും നീയും കുറേ പ്രായവ്യത്യാസമുണ്ട്. ഞാൻ നിന്നെ എൻ്റെ മോനെ പോലെയാണ് കാണുന്നത്. എനിക്കിതെല്ലാം അറിയാം, പക്ഷേ അമ്മാമ്മയെ കാമുകിയായി എനിക്ക് കാണാൻ പറ്റൂ. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഒരു ദിവസം പോലും കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ അമ്മാമ്മയ്ക്ക് ഇഷ്ടമല്ലേ ഞാൻ ഇനി ഇങ്ങോട്ടില്ല. നീ എന്താ പറയുന്ന മോനെ? പ്രായവ്യത്യാസം എനിക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല. അമ്മാമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് 65 വയസ്സാണ് മോനെ, നിൻ്റെ അമ്മയെക്കാട്ടി വയസ്സാണ്. അമ്മാമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ് മോനെ, പക്ഷേ ഇതെല്ലാം തെറ്റാണ്. എനിക്ക് പേടിയാണ്. അമ്മാമ്മ ആ കണ്ണൊന്നടച്ചേ. എന്തിനാ മോനെ? കണ്ണടയ്ക്ക് അമ്മാമ്മേ. അമ്മാമ്മ കണ്ണടച്ചു. ഞാൻ അമ്മാമ്മയുടെ അടുത്ത് ചേർന്നിരുന്നു. ആദ്യം കവിളത്ത് ഉമ്മ കൊടുത്തു. ഞെട്ടി കണ്ണു തുറന്ന അമ്മാമ്മ ഒന്നും മിണ്ടിയില്ല. പിന്നെ കുറച്ചു നേരം കണ്ണിൽ തന്നെ നോക്കിയിരുന്നു. പതിയെ അമ്മാമ്മയുടെ കാതിൽ പറഞ്ഞു, ഞാൻ പൊന്നമ്മമ്മയെ നന്നായി സ്നേഹിച്ചോളാം. എൻ്റെ പഞ്ചാര വാക്ക് കേട്ട് അമ്മാമ്മ മുഖം മാറി കാമിനിയെ പോലെയായി. നീ എന്തോന്നാ മോനെ ചെയ്തേ? ഞാനങ്ങ് ഇല്ലാണ്ടായി. അമ്മാമ്മയുടെ പേടി പോയോ? അമ്മാമ്മ കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് മോണിപ്പാപ്പൻ്റെ റൂമിൽ പോയി നോക്കി. നല്ല ഉറക്കമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് ആശ്വാസത്തോടെ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്ത് ധൈര്യമാ നിനക്ക്? എൻ്റെ കെട്ടിയോനുണ്ടെന്ന് തോന്നൽ പോലുമില്ല. ഇതെല്ലാം ധൈര്യമാണോ അതോ ഭ്രാന്താണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അമ്മാമ്മയെ മറക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അമ്മാമ്മ എന്നെ ഒന്ന് നോക്കി ചിരിച്ചു. നീ എന്നെ ഒളിച്ചിരുന്ന് നോക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ,
അതൊക്കെ എപ്പോഴാ? അത് പറയണോ? എന്നെ വഴക്ക് പറയരുത്. ഇതൊക്കെ കാണിച്ചിട്ട് ഞാൻ എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. രാവിലെ കുളി കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. നീ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ. ദിവസവും നോക്കാറുണ്ടോ? അതെ, നോക്കാറുണ്ട്. ഇത്രയും വയസ്സായ എന്നെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ? നീ എത്രയും പെട്ടെന്നൊരു കല്യാണം കഴിക്കണം. അത് മാറ്റാനാണേ വേറെ കുറേ വഴിയുണ്ട്. ഇതൊന്നുമല്ല. എനിക്ക് അമ്മാമ്മയോട് ഒരു വല്ലാത്ത ഫീലിങ്സാണ്. നീ രാവിലെ എന്നെ കാണാൻ നേരത്തെ എണീച്ച് വരുമെന്നല്ലേ പറഞ്ഞേ? ഞാൻ മൂളി. എനിക്ക് അമ്മാമ്മയുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല. ഇഷ്ടവും സ്നേഹവും അമ്മാമ്മയിലൂടെ അറിയാനാണ് എനിക്കിഷ്ടം. അമ്മാമ്മയുടെ പേടി പോവാൻ വേണ്ടി മാത്രം നേരത്തെ ഉമ്മ വെച്ചതാ. ഇത് പറഞ്ഞപ്പോൾ അമ്മാമ്മയ്ക്ക് വളരെ ഇഷ്ടമായി. എനിക്കത് മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? അമ്മാമ്മ ഒന്നും മിണ്ടിയില്ല. മൊബൈലിൽ അമ്മ വിളിച്ചോണ്ടിരിക്കുന്നു. നോക്കിയപ്പോൾ 3 മിസ്ഡ് കോൾ. ഇനി പോയില്ലെങ്കിൽ നിൻ്റെ അമ്മ ഇങ്ങോട്ട് വരും. അതെ, ഞാൻ പോകുന്നു. അമ്മാമ്മയും ഞാനും സോഫയിൽ നിന്നും എണീച്ചു. പോവാൻ നേരം അമ്മാമ്മ എൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ പേടിയാണ്. ഇത് കേട്ട ഞാൻ അമ്മാമ്മയെ ശരിക്കും കെട്ടിപ്പിടിച്ചു. ഞാൻ വീണ്ടും പതിയെ കാതിൽ ചോദിച്ചു, ശരിക്കും ഇഷ്ടമാണോ? അതെ, ശരിക്കും ഇഷ്ടമാണ്. അമ്മയുടെ കോൾ പിന്നെയും വന്നു. ഇത് കണ്ട ഉടനെ അമ്മാമ്മ എന്നോട് പോവാൻ പറഞ്ഞു. ഒരു കാര്യം വേണം എനിക്ക്. എന്താ മോനെ? അമ്മാമ്മ കണ്ണും നടച്ചേ. വേണ്ട മോനെ, നീ ഇപ്പോൾ പോവണം. ഇല്ല, കണ്ണും നടച്ചേ, ഞാൻ ഇപ്പോൾ തന്നെ പോവാം. പെട്ടെന്ന് പോവണമെന്ന് പറഞ്ഞിട്ട് അമ്മാമ്മ കണ്ണടച്ചു. അമ്മാമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ടൊരിത് ഞാൻ കൈക്കലാക്കി. അമ്മാമ്മ കണ്ണു തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മാമ്മയുടെ ഓർമ്മയ്ക്ക് ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ. ഇതുണ്ടേൽ അമ്മാമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നലാണ്. അമ്മാമ്മയുടെ മുഖഭാവം മാറി വരുന്നു, ഒരു പ്രണയിനിയുടെ പോലെ. പിന്നെയും അമ്മ കോൾ ചെയ്തു. ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോയി. ലൈഫിലെ മറക്കാനാവാത്ത ഒരു രാത്രിയായിരുന്നു അത്. ഒരു മെസ്സേജ് വന്നു, മോനെ ഗുഡ് നൈറ്റ്. ഞാനും ഗുഡ് നൈറ്റ് പറഞ്ഞു. ഒരു കിസ് ഇമോജി ഇട്ടുകൊടുത്തു. അമ്മാമ്മയും അതുപോലെ കിസ് ഇമോജി അയച്ചു. എന്നിട്ട് രാവിലെ കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഉറങ്ങിപ്പോയി. പതിവ് പോലെ രാവിലെ എൻ്റെ കാമിനിയെ കാണാൻ ഞാൻ ബാഗിലോട്ട് പോയി. കുളി തുടങ്ങിയിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതും അമ്മാമ്മ വന്നു. എന്നെ കണ്ടതും ഒരു റൊമാൻറ്റിക് ടൈപ്പ് ചിരി പാസ്സാക്കി. എന്നിട്ട് തല തോർത്തുന്നു. അമ്മാമ്മ കുറച്ചു നേരം നിന്നിട്ട് അകത്തോട്ട് പോയി. എന്നും മോണിപ്പാപ്പൻ 4:30 ആവുമ്പോൾ ഉണരും. അതുകൊണ്ടാണ് പെട്ടെന്ന് അകത്തോട്ട് പോയിരുന്നത്. ഇന്നും മോണിപ്പാപ്പൻ ഷോപ്പിലോട്ട് പോയി അക്കൗണ്ട്സ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തു. ഞാൻ കുളി കഴിഞ്ഞ് ഡ്രസ്സിട്ട് റെഡിയായി. താഴെ അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. ഞാൻ പോയി ഫുഡ് കഴിക്കുമ്പോൾ അമ്മാമ്മയുടെ മെസ്സേജ് വന്നു. ഇന്നലെ ഇവിടുന്ന് എടുത്തോണ്ട് പോയത് കൊണ്ട് താടാ മോനെ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോടാ. അതെന്താ? അതൊക്കെയുണ്ട്. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് പോയി. തുറന്ന വാതിലിനരികെ എന്നെയും കാത്ത് എൻ്റെ കാമറാണി നിൽക്കുന്നു. ഡാർക്ക് റോസ് കളർ സാരി, ലൈറ്റ് റോസ് ബ്ലൗസ്. നല്ല സുന്ദരിയായിട്ടുണ്ട്. ആ ഷേപ്പ് കണ്ടാൽ തന്നെ എന്തോ ഒക്കെ പോലെ ആയിപ്പോകും. ഞാൻ അകത്തേക്ക് കയറി അമ്മാമ്മയുടെ മുഖത്തോട്ട് നോക്കി ചിരിച്ചു. ഒന്നും മിണ്ടാതെ എൻ്റെ കയ്യിൽ പിടിച്ച് അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുപോയി. അമ്മാമ്മ പറഞ്ഞു, മോണിപ്പാപ്പൻ ഇപ്പോൾ കുളിക്കാൻ കയറി. അവിടെ നിന്ന് സംസാരിച്ചാൽ കേൾക്കും. ഓ, അതുകൊണ്ടാണല്ലേ 5 മിനിറ്റ് കഴിഞ്ഞിറങ്ങാൻ പറഞ്ഞേ. അകത്ത് ബാത്റൂം ഉണ്ടായിട്ട് എന്തിനാ പുറത്ത് പോയി കുളിക്കുന്നത്? അകത്ത് ഷവർ വർക്ക് ചെയ്യില്ല മോനെ. എനിക്ക് ഷവർ വേണം. അത് നന്നായി. എനിക്ക് അമ്മാമ്മയെ എന്നും കാണാൻ പറ്റുമല്ലോ. അമ്മാമ്മ ചിരിച്ചു. ഇന്നലെ രാത്രി നീ എൻ്റെ പേടി മാറ്റിയതും എന്നോടുള്ള ഇഷ്ടം പറഞ്ഞതും എന്നെ ഒരുപാട് മാറ്റി.
പെട്ടെന്ന് കൗമാരത്തിലോട്ട് പോയ പോലെ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇതു കേട്ട ഞാൻ അമ്മാമ്മയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മാമ്മയെ ഞാൻ പൊന്നു പോലെ നോക്കും. ഐ ലവ് യു, ഐ ലവ് യു മോനെ. ഒരു സിനിമ പോലെ തോന്നുന്നു. സിനിമയെ വെല്ലുന്ന പ്രേമമാവും നമ്മുടെ. അമ്മാമ്മ കണ്ടോളൂ. മോണിപ്പാപ്പൻ ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടു. അമ്മാമ്മ എന്നോട് സോഫയിൽ ഇരിക്കാൻ പറഞ്ഞു. അമ്മാമ്മ അടുക്കളയിൽ തന്നെ നിന്നു. ഞാൻ സോഫയിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും മോണിപ്പാപ്പൻ ഡ്രസ്സ് ചെയ്ത് വന്നു. എന്നെ കണ്ട ഉടനെ മോണിപ്പാപ്പൻ, എന്താടാ ഇന്ന് ലീവ് എടുത്തോ? ഇല്ല, വർക്ക് ഫ്രം ഹോമാണ്. അത് നന്നായി. നീ വല്ലതും കഴിച്ചായിരുന്നോ? അതെ, കഴിച്ചു. എന്നാ ഒരു ചായ കുടിച്ച് നമുക്കിറങ്ങാം. ഒന്നും അറിയാത്ത പോലെ അടുക്കളയിൽ നിന്ന് ചായയുമായി അമ്മാമ്മ വന്നു. ഞങ്ങൾ ചായ കുടിച്ചു. ഇറങ്ങാൻ നേരം എന്തോ പേപ്പർ എടുക്കാൻ മണിപ്പാപ്പൻ അകത്തോട്ട് പോയി. ആ നേരം ഞാൻ അമ്മാമ്മയുടെ തുടുത്ത കവളിൽ വേദനിക്കാത്ത രീതിയിൽ ഒന്ന് നുള്ളി. അമ്മാമ്മ ചെറുപുഞ്ചിരിയോടെ എന്നെ നോക്കി. പോയിട്ട് വരാം. ശരി. ഞാൻ പുറത്തു പോയി കാറിൽ വെയിറ്റ് ചെയ്തു. മോണിപ്പാപ്പൻ വന്നു. ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിലേക്ക് യാത്രയായി. കാറിൽ മോണിപ്പാപ്പൻ ഷോപ്പിലെ അക്കൗണ്ട്സ് പ്രോബ്ലം പറയുകയായിരുന്നു. ഞങ്ങൾ ഷോപ്പിലെത്തി. ഞാൻ അവരുടെ അക്കൗണ്ട്സ് പരിശോധിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം തെറ്റാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് 3 ദിവസം തന്നാൽ ഞാൻ ശരിയാക്കി തരാം. എന്നാൽ ആ ബില്ലുകളും ലാപ്ടോപ്പും നീങ്ങെടുത്തോ, വീട്ടിലോട്ട് പോയി സമാധാനത്തോടെ ചെയ്യാം. ഇത് കേട്ട എൻ്റെ മനസ്സ്, വീട്ടിലാണേൽ ഒരു 10 ദിവസമാവും ശരിയാക്കാനെന്ന് പറയാമായിരുന്നു. ഞാൻ ഇച്ചിരി നിരാശയോടെ മോണിപ്പാപ്പനെയും കൊണ്ട് വീട്ടിലോട്ട് പോയി. മോണിപ്പാപ്പനെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ കാറ് വീട്ടിൽ പാർക്ക് ചെയ്തു. പാപ്പൻ പറഞ്ഞു, എടാ ആ പേപ്പർ ഇങ്ങോട്ട് കൊണ്ടുപോര്, ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, അല്ലെങ്കിലും അങ്ങോട്ട് വന്നേ വർക്ക് ചെയ്യൂ. ഞാൻ അവരുടെ വീടിനകത്തേക്ക് കയറി. അമ്മാമ്മയെ കാണുന്നില്ല. 2 നില വീടായോണ്ട് 4 ബെഡ്റൂമുണ്ട്. മോണിപ്പാപ്പൻ മേലെയുള്ളൊരു റൂമിൽ എന്നെ കൊണ്ടുപോയി. അവിടെയുള്ള ടേബിൾ കാണിച്ച് തന്നിട്ട് ഇവിടെ ഇരുന്ന് മോൻ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് താഴോട്ട് പോയി. ഞാൻ വർക്ക് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മോണിപ്പാപ്പൻ വന്നു എൻ്റെ അടുത്തിരുന്നു. ഞാൻ അക്കൗണ്ട്സ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് നോക്കി പാപ്പൻ ഇരിപ്പായി. ഇടയ്ക്ക് മൊബൈലിൽ ഫേസ്ബുക്കിൽ നോക്കിയിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മാമ്മ റൂമിൽ വന്നു. എന്തോ ഒരു മാറ്റം. ഞാൻ നന്നായി ശ്രദ്ധിച്ചു. മുടി കറുപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇച്ചിരി മേക്കപ്പ്, മെറൂൺ കളർ സാരി, ഒന്നുകൂടെ കിടിലനായിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നത് അമ്മാമ്മ കണ്ടിരുന്നു. ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? പാപ്പൻ പറഞ്ഞു, ചിക്കൻ ഇരിപ്പുണ്ടല്ലോ, അത് വെക്ക്. പിന്നെ ഇന്നു മുതൽ 3 ദിവസം ഇവൻ ഉണ്ടാവും. ബിസിനസ് അക്കൗണ്ട്സ് ശരിയാക്കുക. അമ്മാമ്മ, മോനെ നിനക്ക് ഓഫീസിൽ പോവണ്ടേ? ഇല്ല, ഇനി 3 അതിൽ കൂടുതൽ ദിവസമോ വർക്ക് ഫ്രം ഹോം എടുക്കും. പാപ്പൻ, നീ എന്നോട് 3 ദിവസം എന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഓഫീസിലെ വർക്കും ഇതും കൂടെ ആവുമ്പോൾ പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് ദിവസം അമ്മാമ്മയെ കണ്ടും പിന്നെ മോണിപ്പാപ്പൻ പുറത്തു പോയാൽ അമ്മാമ്മയെ കാണാനും അടുത്ത് ചിലവഴിക്കാനും പറ്റും. ഇതെല്ലാം മനസ്സിൽ വെച്ച് ഞാനൊന്ന് വെറുതെ ഇട്ടു നോക്കി. അമ്മാമ്മയ്ക്ക് കാര്യം മനസ്സിലായി. പാപ്പൻ പറഞ്ഞു, 2ഉം കൂടെ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെടണ്ട, സമാധാനത്തിലിരുന്ന് ചെയ്തോ. എൻ്റെ മനസ്സിൽ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അമ്മാമ്മ ഇതെല്ലാം കേട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിന്നു. പിന്നെയാണ് എനിക്കതൊരു തലവേദനയായി മാറിയത്. കാരണം പാപ്പൻ ആ റൂമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ഇടയ്ക്ക് പോവും, പിന്നെയും വരും. എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിരിക്കും. ഫുഡ് കഴിക്കാനും വർക്ക് ചെയ്യാനും എപ്പോഴും കൂടെ കാണും. അമ്മാമ്മ ഇടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോകും. 2 ദിവസവും ഇതുപോലെ കടന്നുപോയി. 2ാമത്തെ ദിവസം വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി. ഞാൻ റൂമിൽ പോയി കിടന്നു. 2 ദിവസമായി ഒന്ന് അമ്മാമ്മയെ ഒറ്റയ്ക്ക് അടുത്ത് കിട്ടിയിട്ട്.
അങ്ങനെ വിഷമത്തോടെ കിടക്കുമ്പോൾ പെട്ടെന്ന് അമ്മാമ്മയുടെ മെസ്സേജ്: മോനെ, ഞാനും പാപ്പനും നിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. എന്താ കാര്യം? അമ്മാമ്മ റിപ്ലൈ ഒന്നും തന്നില്ല. അമ്മാമ്മയും മോണിപ്പാപ്പനും വന്നു. മോണിപ്പാപ്പൻ അച്ഛനോട് പറഞ്ഞു: എനിക്ക് നാളെ മുംബൈയിലോട്ട് പോകണം. മെഡിക്കൽ ഷോപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. എനിക്ക് സങ്കടമായി. കാരണം അമ്മാമ്മയെ കൊണ്ടുപോയാൽ കാണാനും പറ്റില്ല. മനു, എനിക്ക് നാളെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം. എപ്പോഴും മോളാണ് എടുത്തു തരുന്നത്. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കുഴപ്പമില്ല പാപ്പ, ഞാൻ എടുത്തു തരാം. ഞാൻ മനസ്സില്ലാ മനസ്സോടെ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി. രണ്ടാളുടെയും പാസ്പോർട്ട് ചോദിച്ചു. മോണിപ്പാപ്പൻ: അമ്മാമ്മ വരുന്നില്ലടാ, ഞാൻ മാത്രമേ ഉള്ളൂ. 2 ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അല്ല, മനസ്സിൽ സന്തോഷം കൊണ്ട് തല കുത്തി മറിഞ്ഞു. ഞാൻ ഫ്ലൈറ്റ് നോക്കി. നാളെ വൈകുന്നേരം 5:30 ഫ്ലൈറ്റ്. അതെടുക്കാൻ പറഞ്ഞു. ഞാൻ അതിവേഗം എടുത്തു കൊടുത്തു. അമ്മാമ്മയും അമ്മയും അടുക്കളയിലാണ്. എന്തോ കാര്യമായി സംസാരിക്കുക. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും പാപ്പൻ പറഞ്ഞു: എടി ഒന്ന് വാ, നമുക്ക് പോവാം. അമ്മാമ്മയും മോണിപ്പാപ്പനും ഇറങ്ങി. അച്ഛൻ പറഞ്ഞു: മനു, നാളെ വൈകുന്നേരം മോണിപ്പാപ്പനെ എയർപോർട്ടിൽ കൊണ്ടുവിടണം. ഞാനും വരാം. ശരി അച്ഛാ. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എൻ്റെ മനസ്സിൽ അമ്മാമ്മയെ ഒറ്റയ്ക്കടുത്ത് കിട്ടുന്ന കാര്യങ്ങളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മാമ്മ മെസ്സേജ് അയച്ചു: സന്തോഷമായില്ലേ? ഒരുപാട്. കൊതിയാവുന്നു. 2 ദിവസമായി ഒന്ന് അടുത്ത് വന്നിട്ട്. അമ്മാമ്മ: ഇനി വരുന്ന 2 ദിവസം നമുക്ക് മാത്രം. നാളെ പുലർച്ചെ പുറകെ വശത്തിലോട്ട് വരണ്ട മോനെ. നാളെ കൊണ്ടുപോകാനുള്ള കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇന്നെല്ലാം പാക്ക് ചെയ്ത് കിടക്കുമ്പോൾ സമയമാവും. എൻ്റെ മോൻ ഉറങ്ങിക്കോ. നാളെ എയർപോർട്ടിൽ അമ്മാമ്മ വരുന്നുണ്ടോ? ഇല്ല മോനെ, ഞാൻ വരുന്നില്ല. ഇനി മെസ്സേജ് അയക്കരുത്. മോണിപ്പാപ്പൻ അടുത്തുണ്ട്. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മാമ്മ മെസ്സേജ് അയച്ചു: ഉറങ്ങിയോ മോനെ? ഇല്ല, ഉറക്കം വരുന്നില്ല. അമ്മാമ്മയെ ഓർത്ത് കിടക്കുക. ഞാനും മോനെ ഓർത്ത് കിടക്കുക. മോണിപ്പാപ്പൻ ഉറങ്ങിയോ? ആ, ഉറങ്ങി. ഞാൻ ബാക്കിലെ മതിൽ ചാടി ബാത്റൂമിൻ്റെ സൈഡിൽ വന്ന് നിൽക്കാം. അത് വേണ്ട, നാളെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അത് പോരെ മോനെ? വേണ്ട, എനിക്കിപ്പോൾ കാണണം. ശരി, വാ. എനിക്കാണേൽ അമ്മാമ്മയെ കാണണമെന്ന് ഓർത്തിട്ടുള്ള ധൃതി കയറിയിരിക്കുക. എപ്പോഴും ഇല്ലാത്തൊരു ധൈര്യം. ഞാൻ പതിയെ ബാക്കിലൂടെ പോയി മതിൽ ചാടി ബാത്റൂമിൻ്റെ സൈഡിൽ നിന്നു. അമ്മാമ്മ വന്നു. പതിയെ വാതിൽ തുറന്നു തന്നു. മോനെ, അകത്തോട്ട് വാ. ഞാൻ അകത്തോട്ട് കയറി. പുറത്തു നിന്ന നമ്മുടെ ശബ്ദം കേട്ട നിന്റെ വീട്ടിലെ പട്ടി കുരയ്ക്കും. അകത്തു വന്ന മോണിപ്പാപ്പൻ ഉണരുമോ? ഞാൻ സിനിമ വെച്ചിട്ടുണ്ട്, അതിൻ്റെ സൗണ്ട് ഉണ്ടാവും. ഇനി ഞാൻ അധികം ഉറക്കെ സംസാരിക്കുന്നില്ല. കിട്ടിയ അവസരത്തിൽ അവിടെ ഇരുന്ന് ഞങ്ങൾ സ്നേഹം പങ്കുവെച്ചു. ഹാളിൽ സിനിമയുള്ളതുകൊണ്ട് മോണിപ്പാപ്പൻ കേൾക്കില്ല എന്ന് തോന്നുന്നു. പട്ടിയുടെ കുര കേട്ടപ്പോൾ അമ്മാമ്മ എന്നോട് മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ചു. ഞാൻ എണീച്ചു. പക്ഷേ പേടിക്കാനൊന്നുമില്ല. പട്ടി എന്തോ കണ്ട് കുരച്ചതാ. അമ്മാമ്മ പറഞ്ഞു: മോനെ, നീ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. അതൊക്കെ കൊണ്ട് നീ എനിക്ക് ജീവനാ. ഞാൻ കാമുകനല്ല, അമ്മാമ്മയുടെ കെട്ടിയോൻ. അങ്ങനെ കണ്ടാൽ മതി. അമ്മാമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. സ്നേഹത്തോടെ എന്നെ ഒന്നോട് അമർത്തി കെട്ടിപ്പിടിച്ചു. സിനിമ കഴിയാറായ പോലെ തോന്നി. അമ്മാമ്മ പറഞ്ഞു: ഇപ്പോൾ എൻ്റെ മോൻ വീട്ടിലോട്ട് പൊയ്ക്കോ. ഇപ്പോൾ സിനിമ തീരും. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ മനസ്സില്ലാ മനസ്സോടെ പോവാൻ തുടങ്ങി. ഞാനും അമ്മാമ്മയും കൈ പിടിച്ച് മതിലിൻ്റെ അടുത്തെത്തി. അമ്മാമ്മ കൈ വിടുന്നില്ല. എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു: ഇവിടെ നിന്നല്ലേ എൻ്റെ മോൻ അമ്മാമ്മ എന്നും കാണുന്നേ? അതെ അമ്മാമ്മേ. യാത്ര പറഞ്ഞു ഞാൻ റൂമിലോട്ട് പോയി.
ഞാൻ ടെൻഷനായി. മോണിപ്പാപ്പൻ ഉണർന്നു കാണുമോ എന്നായിരുന്നു പേടി. അമ്മാമ്മ മെസ്സേജ് ഒന്നും അയക്കുന്നില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നു. റൂം എത്തിയോ മോനെ? ഞാൻ റൂമിൽ കിടക്കുക. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ, മോണിപ്പാപ്പൻ എണീച്ചിട്ടില്ല. ഞാൻ ബെഡിൽ കിടന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അമ്മാമ്മേനെ ഓർത്ത് കിടക്കുക. അമ്മാമ്മ ഒരു ചിരി പാസാക്കി. ഐ ലവ് യു അമ്മാമ്മ മുത്തേ. അമ്മാമ്മ പറഞ്ഞു, എനിക്ക് വല്ലാതാവുന്നു. നാളെ എൻ്റെ കെട്ടിയോനെ കാത്തിരിക്കും. എൻ്റെ കെട്ടിയോളുടെ കൂടെ കിടക്കാൻ ഞാൻ വരും. എൻ്റെ മോൻ ഉറങ്ങിക്കോ. മൊബൈലിൻ്റെ വെളിച്ചത്തിൽ മോണിപ്പാപ്പൻ ഉണരും. ഞാൻ ബെഡിൽ അങ്ങനെ തന്നെ കിടന്നുറങ്ങിപ്പോയി. അടുത്ത ദിവസം ഇച്ചിരി ലേറ്റായി ഉണർന്നു. 9 മണിയായി കാണും. വീടിൻ്റെ ഇച്ചിരി ദൂരം മാറി റോഡരികിൽ അമ്മയും അച്ഛനും മോണിപ്പാപ്പനുമായി സംസാരിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയി. അച്ഛൻ പറഞ്ഞു, എടാ, ഒരു 11:30 ആവുമ്പോൾ ഇറങ്ങണം. നീ പോയി കുളിച്ച് റെഡിയായിട്ട് വാ. ഞാനൊരു അരമണിക്കൂറിൽ വരാം. ഒരു ചായ തരുമോ അമ്മേ? പാപ്പൻ പറഞ്ഞു, അകത്ത് അടുക്കളയിൽ അമ്മാമ്മ ചായ വെക്കുന്നുണ്ട്. നീ പോയി ചോദിക്ക്. എൻ്റെ വീട്ടിലെ അടുക്കളയിൽ അമ്മാമ്മയുണ്ടെന്നോ? ഞാൻ ആകാംക്ഷയോടെ അകത്തോട്ട് പോയി. അടുക്കള ഭാഗത്ത് ദേ അമ്മാമ്മ എന്നെ നോക്കി നിൽക്കുന്നു. എന്നെ കണ്ടതും ഒന്ന് ചിരിച്ചു. അമ്മാമ്മ പറഞ്ഞു, രാവിലെ നിൻ്റെ അമ്മ ഇങ്ങോട്ട് വിളിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അമ്മാമ്മയെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, അത് നന്നായി. ഹെയർ ഡൈ ചെയ്ത് സുന്ദരിയായിട്ടുണ്ട്. ഇന്നലെ രാത്രി പറയാൻ വന്നതാ, സമയം കിട്ടിയില്ല. വേറെ കാര്യങ്ങൾക്ക് സമയം കിട്ടിയല്ലോ, അമ്മാമ്മ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മാമ്മ ഒന്ന് കണ്ണടച്ചേ. മോനെ, മിണ്ടാതിരിക്കെ, അവരൊക്കെ പുറത്ത് തന്നെയുണ്ട്. അമ്മ എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ പോയതാ. നിൻ്റെ അമ്മ പാവൻ രാവിലെ തന്നെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എല്ലാം കൂടെ ആ പാവം ചെയ്യണ്ട എന്ന് കരുതി ഞാൻ ചായ വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നിട്ട് കെട്ടിയോന് ചായ കിട്ടിയില്ല. ചെറുചിരിയോടെ ഞാൻ അമ്മമ്മയുടെ അടുത്തോട്ട് പോയി. അമ്മാമ്മ കപ്പിൽ ചായ തന്നു. ഞാൻ കപ്പ് അവിടെ തന്നെ വെക്കാൻ പറഞ്ഞു. ഞാൻ അമ്മാമ്മയെ ഒന്ന് ശ്രദ്ധിച്ചു. എന്താ, ലിപ്സ്റ്റിക് ഇല്ലേ? ചെറുചിരിയോടെ അമ്മാമ്മ പറഞ്ഞു, രാവിലെ കുളി കഴിഞ്ഞിട്ടില്ല മോനെ, അതുകൊണ്ട് ലിപ്സ്റ്റിക് ഇല്ല. അമ്മാമ്മയ്ക്കല്ലേലും ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമേ ഇല്ല. തത്തമ്മ ചുണ്ടിന് എന്തിനാ ചായം പൂശണേ? അതങ്ങ് സുഖിച്ചെന്ന് തോന്നുന്ന രീതിയിൽ ഒരു ചിരി പാസാക്കി. ഞാൻ ചായ എടുത്ത് പതിയെ വീടിൻ്റെ 2ാമത്തെ നിലയിലോട്ട് പോയി. മുകളിലാണ് എൻ്റെ റൂം. എന്നിട്ട് ചായ റൂമിൽ വെച്ചു. പതിയെ അച്ഛനെയും അമ്മയും മോണിപ്പാപ്പനെയും നോക്കി. എൻ്റെ റൂമിൽ നിന്ന് നോക്കിയാൽ റോഡ് മൊത്തം കാണാമായിരുന്നു. പക്ഷെ അവരിങ്ങോട്ട് നോക്കിയാൽ അകത്തുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഞാൻ അമ്മാമ്മയെ വിളിച്ചു. അമ്മാമ്മ വന്നു. അമ്മാമ്മ എൻ്റെ റൂമൊന്ന് നോക്കി. ഞാൻ പറഞ്ഞു, എൻ്റെ മുന്നിലോട്ട് നിന്നേ. ജനലിലൂടെ നോക്കിയാൽ അച്ഛനെയും അമ്മയും മോണിപ്പാപ്പനെയും എനിക്ക് നന്നായി കാണാം. എന്തിനാ മോനെ, അവരൊക്കെ അവിടെ ഉണ്ട്, എനിക്ക് പേടിയാവുന്നു, അമ്മാമ്മ പറഞ്ഞു. ഞാൻ അമ്മാമ്മയുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ടൊന്ന് വാ എൻ്റെ പൊന്നെ. അമ്മാമ്മ വന്ന് എൻ്റെ മുൻപിൽ നിന്നു. ജനാലയിലൂടെ നോക്കാൻ പറഞ്ഞു. അവിടെ എല്ലാവരും നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്കവരെ കാണാം, പക്ഷേ അവർ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളെ കാണില്ല. പിന്നെ എന്തിനാ നമുക്ക് ടെൻഷൻ? അമ്മാമ്മ നാണത്തോടെ പറഞ്ഞു, മോനെ, എവിടെ നിന്ന് കിട്ടുന്നു ഐഡിയ? അതൊന്നും അറിയില്ല. അമ്മാമ്മയുടെ പേടി മാറിയോ? അമ്മാമ്മ ഒന്നും മിണ്ടിയില്ല. ലൈറ്റ് നീല കളർ സാരി, കടുത്ത നീല കളറുള്ള ബ്ലൗസ്. എനിക്ക് അമ്മാമ്മയോട് ഒന്നുകൂടെ സ്നേഹം തോന്നിയ പോലെ. ഞാൻ അമ്മാമ്മയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അമ്മാമ്മേ, ഇന്നത്തെ സാരിയിൽ സൂപ്പറായിട്ടുണ്ട്. നിന്നെ കാണിക്കാൻ വേണ്ടി ഇട്ടതാ. എൻ്റെ മുൻപിൽ എൻ്റെ കെട്ടിയോനുണ്ടെന്ന തോന്നൽ പോലുമില്ല. ജനകൾക്കിടയിൽ മോണിപ്പാപ്പനെ നോക്കിക്കൊണ്ട് അമ്മാമ്മ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മാമ്മ എൻ്റെ മാത്രമാണ്.
മോണിപ്പാപ്പൻ അവിടെ നിന്നോട്ടെ. ഞാൻ നിൻ്റേത് മാത്രമാണ് മോനെ. അമ്മമ്മയ്ക്കും ഇപ്പോഴും എന്തൊരു സൗന്ദര്യമാണെന്നറിയോ. അമ്മമ്മയെ എനിക്ക് തന്നെ വേണം. നിൻ്റെ കെട്ടിയോളായി ഞാനുണ്ടാവും മോനെ. നീ തരുന്ന സന്തോഷം എന്നെ വല്ലാത്ത അവസ്ഥയിലെത്തിക്കുന്നു. എനിക്ക് മോനെ വേണം. ഞാൻ ജനാലയിലൂടെ അമ്മയും അച്ഛനെയും മോണിപ്പാപ്പനെയും നോക്കുന്നുണ്ടായിരുന്നു. അവർ റോഡ് സൈഡിൽ നിന്നും വീട്ടിലോട്ട് പതിയെ സംസാരിച്ചു വരുന്നു. ഞാൻ പറഞ്ഞു, അവർ വരുന്നുണ്ടമ്മാമ്മേ. അമ്മാമ്മ നിവർന്നു നിന്നു, ജനാലയിലൂടെ നോക്കി. ഞാൻ ചോദിച്ചു, ഇന്ന് രാത്രി ഞാൻ അങ്ങോട്ട് വരട്ടെ? ഞാൻ കാത്തിരിക്കാം മോനെ, നീ വാ. ഐ ലവ് യു അമ്മാമ്മേ. നീ പെട്ടെന്ന് താഴോട്ട് വാ, ഫുഡ് കഴിക്കാം. അമ്മാമ്മ താഴോട്ട് പോയി. ജനാലയിലൂടെ നോക്കുമ്പോൾ അവർ നടന്നു വരുന്നതേയുള്ളൂ. എന്തോ കാര്യമായ സംസാരമാണ്. ഞാൻ ബാത്റൂമിൽ പോയി നന്നായി ഒന്ന് കുളിച്ചു. എന്നിട്ട് താഴോട്ട് പോയി. അച്ഛനും മോണിപ്പാപ്പനും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. പക്ഷേ ഡൈനിങ് ടേബിളിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ അവരുടെ അടുത്തോട്ട് പോയി. പാപ്പൻ പറഞ്ഞു, നീ ഇവിടെ ഇരുന്നേ, ഫുഡ് കഴിക്കാം. മോണിപ്പാപ്പൻ അമ്മാമ്മയും എൻ്റെ അമ്മയും ഫുഡ് കഴിക്കാൻ വിളിച്ചു. അമ്മയും അമ്മാമ്മയും അടുക്കളയിൽ നിന്ന് പുറത്തു വന്നു. അമ്മ പറഞ്ഞു, ഞാനിപ്പോൾ കഴിക്കുന്നില്ല, പിന്നെ കഴിച്ചോളാം. അമ്മ അമ്മാമ്മയോട് ഇരിക്കാൻ പറഞ്ഞു. അമ്മാമ്മ മോണിപ്പാപ്പൻ്റെ അടുത്തിരുന്നു. ഞാൻ ചോദിച്ചു, അച്ഛാ, എന്താ ഇത്രയും നേരം റോഡിൽ നിന്ന് സംസാരിച്ചേ? എന്തേലും പ്രോബ്ലം ഉണ്ടോ? അച്ഛൻ പറഞ്ഞു, പുറമേ കാണുന്ന സ്ഥലം ഞാനും മോണിപ്പാപ്പനും ചേർന്ന് വാങ്ങിയാലോ എന്ന് ആലോചിക്കുക. പാപ്പൻ, നമുക്ക് ഒതുങ്ങുന്ന റേറ്റാണേ നോക്കാം. ഓ, ഓക്കെ. അച്ഛനും പാപ്പനും എണീച്ച് കൈ കഴുകാൻ പോയി. എൻ്റെ സൈഡിൽ അമ്മാമ്മ. ഞാൻ അമ്മാമ്മയെ നോക്കി ചെറുതായി ചിരിച്ചു. അമ്മാമ്മ സ്നേഹത്തോടെ എൻ്റെ മുഖത്ത് നോക്കി. അച്ഛനും മോണിപ്പാപ്പനും സോഫയിലിരുന്ന് സംസാരം തുടങ്ങി. അമ്മ അമ്മാമ്മയുടെ അടുത്തിരുന്നു. ഫുഡ് പ്ലേറ്റിലിട്ട് കഴിക്കാൻ പറഞ്ഞു. ഇതും കൂടെ കഴിക്ക്. അമ്മാമ്മ, അയ്യോ വേണ്ട, എനിക്ക് കുറച്ച് മതി. അമ്മ, കഴിക്ക്, കുറച്ചല്ലേ ഉള്ളൂ. ഞാനും അമ്മാമ്മയോട് കഴിക്കാൻ പറഞ്ഞു. ഞാനും അച്ഛനും മോണിപ്പാപ്പനെ എയർപോർട്ടിലാക്കി തിരിച്ചു വന്നു. ഒരു 9 മണിയായി കാണും. വീട്ടിൽ കയറി. അമ്മാമ്മ എൻ്റെ വീട്ടിലിരിക്കുന്നു. അമ്മാമ്മയും അമ്മയും സംസാരിച്ചിരിക്കുക. അച്ഛൻ റൂമിലോട്ട് പോയി. അമ്മ എന്നോട് ചോദിച്ചു, ക്ഷീണമായോ? അതെ. എന്നാ വാ, ഫുഡ് കഴിക്കാം. ഞാൻ ചോദിച്ചു, അമ്മാമ്മ കഴിച്ചോ? ഇല്ല മോനെ, നിങ്ങളെ വെയിറ്റ് ചെയ്യുക. അച്ഛനും വന്നു. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ സോഫയിലിരുന്നു. അമ്മാമ്മ ആരും കാണാതെ എന്നെ നോക്കി ചിരിക്കും. ഞാൻ അമ്മാമ്മയ്ക്ക് മെസ്സേജ് അയച്ചു, ഇപ്പോൾ വീട്ടിലോട്ട് പോകണം, എനിക്ക് കൊതിയാവുന്നു, ഞാൻ മതിൽ ചാടി വരാം. മെസ്സേജ് കണ്ട് അമ്മാമ്മ ഒന്ന് ചിരിച്ചു. പക്ഷെ റിപ്ലൈ തന്നില്ല. അച്ഛൻ പറഞ്ഞു, ഇന്ന് മേലെ റൂമിൽ കിടക്കാം, അവിടെ ആരുമില്ലല്ലോ. അമ്മാമ്മ പറഞ്ഞു, വേണ്ട, ഞാൻ അങ്ങോട്ട് പോവാം, കുഴപ്പമില്ല. അച്ഛൻ പറഞ്ഞു, മനു, നീ പോയി അവിടെ കിടക്ക്. ആകെ ഞങ്ങളുടെ 2 വീടുകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അച്ഛൻ നിർബന്ധിക്കുന്നത്. അമ്മാമ്മ പറഞ്ഞു, വേണ്ട മോനെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പോവാം അച്ഛാ. അമ്മാമ്മ, വേണ്ട, നീ പോയി കിടന്നു, നാളെ കാണാം, ഞാൻ ഉറങ്ങുവാ. ഞാൻ മേലെ റൂമിലോട്ട് പോയി. കുറേ മെസ്സേജ് അയച്ചു, റിപ്ലൈ ഒന്നുമില്ല. ഒരു 11 മണിയായപ്പോൾ ഞാൻ മതിൽ ചാടി അമ്മാമ്മയുടെ വീട്ടിൽ കയറി. ഞാൻ ബാക്കിലെ വാതിൽ തട്ടി. വാതിൽ തുറന്നു. നോക്കുമ്പോൾ അമ്മാമ്മ അടിപൊളി സാരി ഉടുത്ത് നിൽക്കുന്നു. റെഡ് ഹാഫ് സ്ലീവ് ബ്ലൗസും ബ്ലാക്ക് സാരി, പിന്നെ മേക്കപ്പുണ്ട്. വെളുത്ത് ആകെ ഒരു ആനച്ചന്തം. എന്തൊരു ഭംഗിയായെന്ന് കാണാൻ. ഞാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി മാത്രം. അതുകൊണ്ടല്ലേ മെസ്സേജിന് റിപ്ലൈ തരാഞ്ഞേ? അമ്മാമ്മ വാതിലടച്ചു. ഞാൻ ഹാളിൽ പോയി അമ്മാമ്മയെ വിളിച്ചു. വരുന്നു മോനെ, ഇങ്ങ് വാ, ഒന്ന് വെളിച്ചത്തിൽ കണ്ടോട്ടെ. ബാക്കിൽ ഇരുട്ടായതുകൊണ്ട് അധികം കാണാൻ പറ്റിയില്ല. അമ്മാമ്മ വന്നു. ഞാൻ നന്നായിട്ടൊന്ന് നോക്കി.
ഹാഫ് സ്ലീവ് ബ്ലൗസിൽ പുളി. ഇങ്ങടുത്ത് വാ. അമ്മാമ്മ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അമ്മാമ്മ കണ്ണടച്ചു. എന്നിട്ട് സ്നേഹത്തോടെ വിളിച്ചു, മോനെ മനു. കുറച്ചു നേരം അമ്മാമ്മയും ഞാനും കെട്ടിപ്പിടിച്ചു കിടന്നു. സമയം ഒരുപാടായി. 11:30 വന്നതാ ഞാൻ. ഇപ്പോൾ 3 മണി ആവാറായി. മോന് ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല അമ്മാമ്മേ. എന്തേ? സ്വാതി ചേച്ചിയെ അമ്മാമ്മ അറിയും, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇന്നലെ ഒരു പേടിയുണ്ടായിരുന്നു, നീ ആവേശം കാട്ടി ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന്. എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ. അമ്മാമ്മ ഇപ്പോഴും വളരെ ഹെൽത്തിയാണ്. അമ്മാമ്മ ജിമ്മിൽ പോയിട്ടുണ്ടോ? ഞാനും മോണിപ്പാപ്പനും ലണ്ടനിലുണ്ടാകുമ്പോൾ എപ്പോഴും ജിമ്മിൽ പോവും. പിന്നെ ഇവിടെ വീട് വാങ്ങിയിരുന്നപ്പോൾ നിർത്തി. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതുപോലെ ആരോഗ്യവതിയായിട്ട് നിൽക്കുന്നത്, ഞാൻ പറഞ്ഞു. അത് കേട്ട് അമ്മാമ്മ ഒന്ന് ചിരിച്ചു. സംസാരിച്ചിരുന്ന് സമയം നോക്കിയപ്പോൾ 3:30 അമ്മാമ്മയും ഞാനും ഹാളിൽ TV വെച്ച് കിടന്നു. സമയം 4 ആയപ്പോൾ അമ്മാമ്മ എന്നോട് വീട്ടിൽ പോവാൻ പറഞ്ഞു. ഞങ്ങൾ എണീറ്റു. പോവാൻ നേരം ഞാൻ പറഞ്ഞു, അമ്മാമ്മ എന്താ അച്ഛനോട് ഞാനിവിടെ നിൽക്കട്ടെ ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞേ? എടാ, ഞാൻ എങ്ങനെയാ പറയുക, എനിക്കൊരു മടി. ഓ ഓക്കെ. ഞാൻ അമ്മാമ്മയുടെ അടുത്തോട്ട് പോയി. എൻ്റെ ഗിഫ്റ്റ് കിട്ടിയില്ല. അമ്മാമ്മ ചിരിച്ചു. ഇന്നും വേണോ അത്? എന്നും വേണം. നിനക്ക് വേണമെങ്കിൽ ഞാൻ എന്നും അത് തരാം. അത് മതി. ഏറ്റു. സമയം പോയതറിഞ്ഞില്ല. സമയം 5 ബാക്കിലോട്ട് പോയപ്പോൾ അമ്മ നിൽക്കുന്നു. അമ്മാമ്മ ജനാലയിലൂടെ നോക്കി. അമ്മാമ്മ പേടിച്ചു. ഞാൻ പറഞ്ഞു, അമ്മാമ്മ പേടിക്കണ്ട. അമ്മ വീടിനുള്ളിൽ കയറിയപ്പോൾ ഞാൻ മതിൽ ചാടി. പെട്ടെന്ന് വീടിനകത്ത് കയറിയില്ല. അതുകൊണ്ട് പട്ടിയെ കൂട്ടിലാക്കി. എന്നിട്ട് അമ്മയോട് ചായ ചോദിച്ചു. അമ്മ നോർമലായി സംസാരിച്ചു. അമ്മാമ്മ ജനാലയിലൂടെ നോക്കുന്നുണ്ട്. ഞാൻ മെസ്സേജ് അയച്ചു, ഇവിടെ കുഴപ്പമില്ല, ഉറങ്ങിക്കോ. ശരി മോനെ, എപ്പോൾ വരും? ഞാൻ ചോദിച്ചു. 10 മണിയായാലോ? ഓക്കെ. ഞാൻ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ 11 മണിയായി അങ്ങോട്ട് പോകുമ്പോൾ. അമ്മാമ്മ അരമണിക്കൂർ മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ വേഗം ലാപ്ടോപ്പ് എടുത്ത് അങ്ങോട്ട് പോയി. അച്ഛനോട് വർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. വീടിനകത്ത് ആരോ കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ട്. അമ്മാമ്മ അവരോട് സംസാരിക്കുന്നു. ഞാൻ പതിയെ മേളിലോട്ട് പോയി. അവർ പോകുന്നവരെ ആ റൂമിലിരുന്നു. മോളുടെ റൂമാണ്. പെട്ടെന്ന് താഴെ വിളി വന്നു, മോനെ വാടാ, അവർ പോയി, ദാ വരുന്നു. ഞാൻ താഴോട്ട് പോയി. മാക്സി ഇട്ട് നിൽക്കുന്നു അടുക്കളയിൽ വെച്ച് ഒരു റൊമാൻസ് ഞാൻ കുറച്ച് നാളായി ആഗ്രഹിക്കുന്നു. റൊമാൻസ് വിത്ത് കുക്കിംഗ് ഇൻ കിച്ചൺ. ഞങ്ങൾ ഒരുമിച്ച് ഫുഡുണ്ടാക്കി. അതിനിടയിൽ കുറേ സംസാരിച്ചു. ഞങ്ങൾ തമാശകൾ പറഞ്ഞും ചിരിച്ചും ഫുഡുണ്ടാക്കി. ഫുഡ് റെഡിയായി. ഫുഡ് കഴിക്കുമ്പോൾ കോമഡി പറയും, ചിരിക്കും. അമ്മാമ്മ ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ സോഫയിൽ കിടന്ന് സിനിമ കണ്ടു. കുറച്ചു നേരം അങ്ങനെ ഉറങ്ങിപ്പോയി. ഞാൻ 1 മണിക്കൂർ എണീച്ചു. പക്ഷേ അമ്മാമ്മ നല്ല ഉറക്കം. ഞാൻ കുറേ നേരം അമ്മാമ്മയെ നോക്കി. അമ്മാമ്മ ഇപ്പോൾ കണ്ട ദൃശ്യം സിനിമയിലെ മീനയെ പോലെ ഉണ്ടാവും. എന്തൊരു ഭംഗി. ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് വന്നിട്ടും അമ്മാമ്മ എണീച്ചില്ല. ഞാൻ ഉണർത്തിയില്ല, ക്ഷീണം കാണും. ഞാൻ മോണിപ്പാപ്പൻ്റെ ഷോപ്പിലെ കണക്കുകൾ ചെയ്തു. അത് തീരാറായി. അപ്പോഴേക്കും അമ്മാമ്മ ഉണർന്നു. മോനെ, ചൈനീസ് ഫുഡിൻ്റെ മണം. ഞാൻ ഓർഡർ ചെയ്തതാ. അമ്മാമ്മ ഒന്ന് ചിരിച്ചു. എൻ്റെ കെട്ടിയോക്ക് ചൈനീസ് ഫുഡ് ഇഷ്ടമാണ്, അതുകൊണ്ടാ, ഞാൻ പറഞ്ഞു. അമ്മാമ്മ നാണത്തോടെ എണീച്ച് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ തോളത്ത് തലവെച്ചിരുന്നു. ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അമ്മാമ്മ പറഞ്ഞു, ഇന്നൊരു ദിവസമേ ഉള്ളൂ. നാളെ മുതൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നാളെ രാത്രി 8 മണിക്ക് മോണിപ്പാപ്പൻ വരും.
നിനക്ക് വേറെ സമയത്തെടുത്താൽ പോരെ? ഞാൻ പറഞ്ഞു, ഈ സമയം മതിയെന്നാ മോണിപ്പാപ്പൻ പറഞ്ഞ്. അമ്മ ഫുഡ് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ പോയി. പിന്നെ രാത്രി മതിൽ ചാടി വന്നു. പക്ഷേ രാത്രി അമ്മാമ്മ ഒരു വെറൈറ്റി ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നു. ഇതെവിടുന്നാ? ഞാൻ ചോദിച്ചു. അമ്മാമ്മ ഒന്നും മിണ്ടിയില്ല. പറയ്. മോളുടെയാ. നന്നായിട്ടുണ്ട്, ഉഗ്രൻ. ഇന്നും കൂടെ അല്ലേ ഉള്ളൂ. അങ്ങനെ പറയല്ലേ അമ്മാമ്മേ. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്തു വഴി? അത് പിന്നെ പറയാം. ഞാൻ അമ്മാമ്മയെ തൂക്കി 2 കൈയിലെടുത്തു. എന്നിട്ട് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. ഈ സ്റ്റോറിയുടെ ബാക്കി ഒരു പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലാണുള്ളത്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവിടെ വന്ന് ബാക്കി സ്റ്റോറി നിങ്ങൾ കേൾക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടേക്കണം ഈ സ്റ്റോറീനെ പറ്റിയുള്ള. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി സ്റ്റോറിയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.